ഇനി നമുക്ക് ഷഡ്ദർശനങ്ങൾ, പ്രധാനമായിട്ടും ഈ തന്ത്രഗ്രന്ഥം ഏത് ദർശനത്തെ ആസ്പദമാക്കിയാണ് വരുന്നതെന്നും കൂടിയുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പം ദർശനത്തിൽ തന്നെ വിവിധ പ്രസ്ഥാനഭേദങ്ങൾ, അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ആചാര്യന്മാരുടെ മതഭേദങ്ങൾ, ഓരോ ദർശനത്തിനും വ്യത്യസ്ത പ്രസ്ഥാനഭേദവും, ഇങ്ങനെ വിസ്തൃതവും അതിവൈഷ്ട്യവുമായിട്ടാണ് ഭാരതവർഷത്തിലെ തന്ത്രയുടെ ലോകം കിടക്കുന്നത്. കുറേ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം. കാരണം അത്രത്തോളവും ക്ലാസിഫിക്കേഷൻസ് ആണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പിന്നീട് കേരള തന്ത്രത്തിലേക്ക് വരുമ്പോഴത്തേക്ക് സമയം, മിശ്രം, കൗളം എന്നുള്ളത് വരും. അപ്പം സമയാചാരം ആന്തരികമായിട്ടുള്ള സാധാരണ ആണെന്നും കൗളാചാരം എന്ന് പറയുന്നത് ഈ പഞ്ചമകാരങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്രിയയാണെന്നും ഇതിൻ്റെ രണ്ടിൻ്റെയും സ്വാത്വിക ഫോർമാറ്റായിട്ടുള്ള മിശ്രാചാരമാണ് കേരളീയ താന്ത്രികർ ഫോളോ ചെയ്യുന്നതും, കേരളീയ ക്ഷേത്ര സമ്പ്രദായത്തിലെ മിക്ക ക്ഷേത്രങ്ങളും സാത്വികമായ രീതിയിൽ ഈ മിശ്രാചാരത്തെയാണ് ഫോളോ ചെയ്യുന്നതും ഒക്കെ കേരളീയ ഗ്രന്ഥങ്ങളുടെ ക്ലാസിഫിക്കേഷനും ഡിവിഷൻസും ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമുക്ക് ഇനിയും വേണ്ടത് ഒരു വിഷയവും കൂടെ പൊളിച്ചെഴുതണം. ഈ ആര്യൻ ദ്രാവിഡൻ എന്ന് പറഞ്ഞ ആ വിഷയം നമ്മളൊരു പരിധിവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു വിഷയവും കൂടെ പൊളിച്ചെഴുതേണ്ടതുണ്ട്.